ഇന്നത്തെ സെക്ഷൻ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ മോളിക്കുലർ സ്പെക്ട്ര എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ മോളിക്കുലർ സ്പെക്ട്ര ആയിട്ട് പിന്നെ റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെക്ഷനിലും ഈ നോട്ടിലും ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് മോളിക്കുലർ സ്പെക്ട്ര എന്ന് പറയുന്ന ടോപ്പിക്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ നമ്മുടെ റെഫറൻസ് ടെക്സ്റ്റ് നിങ്ങളുടെ അതിൽ പറഞ്ഞിട്ടുള്ളത് അരുൾദാസും ആർ രാജഗോപാൽ ആ ഒരു ടെക്സ്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ടെക്സ്റ്റിനകത്ത് നമുക്ക് അത്യാവശ്യം എക്സ്പ്ലനേഷൻ കുറവാണ്. ജസ്റ്റ് എന്താ ഒരു റഫ് ആയിട്ടുള്ള ഐഡിയാസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു എക്സ്പ്ലനേഷൻ ഉള്ളത് ഈ അൽദാസിന് തന്നെ മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന മറ്റൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കും ദെൻ അതുപോലെ തന്നെ പിന്നീട് മോഡേൺ ഫിസിക്സ് ബൈ ആർ മുരുകേശൻ. ഓക്കെ, അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് കൂടി റെഫർ ചെയ്തിട്ടാണ് ഈ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അത്യാവശ്യമുള്ള ഡെറിവേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഡെറിവേഷൻസ് മീൻസ് എക്സ്പ്ലനേഷൻസ് കംപ്ലീറ്റ് അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ മറ്റൊരു ടെക്സ്റ്റ് ബുക്കിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് മാത്രം വെച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റഫായിട്ടൊരു കാണാപ്പാടം പഠിക്കാനും മിക്കതും പറ്റുള്ളൂ. എൻ്റെ എക്സ്പ്ലനേഷൻസ് വളരെ കുറവാണ്. സോ അതുകൊണ്ടാണ് ഈ 3 ടെക്സ്റ്റ് ബുക്കിനകത്ത് റെഫർ ചെയ്ത് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ മോളിക്കുലർ സ്പെക്ട്ര ടോപ്പിക്ക് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ഒരു മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ആണ്? ഇറ്റ് ഈസ് ദ ഇന്ററാക്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വിത്ത് മാറ്റർ. ഓക്കെ, ഒരു മാറ്ററുമായിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉണ്ടാകുന്ന ഇന്ററാക്ഷൻസിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്, അതായത് ആറ്റത്തിന്റെ ഇന്ററാക്ഷൻസ് ആണ് അവിടെ വരുന്നത്. ഇവിടെ വരുന്ന സമയത്ത് മോളിക്യൂൾസ് വരുന്നത്, ഇപ്പോൾ മോളിക്യൂൾസ് ഡിഫറെന്റ് ലെവൽസിലോട്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുകയും അല്ലെങ്കിൽ ഡി എക്സൈറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നിന്ന് സർട്ടൻ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് എന്ത് വരുന്നത്? ഈ ഒരു മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ടോപ്പിക്സ് നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമേ തന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എത്ര ടൈപ്സ് ഓഫ് എനർജീസ് വരുന്നു നമ്മൾ എന്തിനാണ് അവിടെ അറിയണം. ഓക്കെ, വാട്ട് ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എനർജി പോസസ്ഡ് ബൈ എ മോളിക്യൂൾസ്. ഓക്കെ, ഒരു മോളിക്യൂൾസിനെ പോസസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എനർജീസ് എന്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളൊരു മോളിക്യൂൾസിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എനർജീസ് അവിടെ പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ടോട്ടലി 4 ഡിഫറെന്റ് ടൈപ്സ് ആണ് നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എനർജീസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഒന്നാമത്തത് ട്രാൻസ്ലേഷണൽ എനർജി. ഓക്കെ, ട്രാൻസ്ലേഷണൽ എനർജിയാണ് ഒന്നാമത്തെ കേസിൽ വരുന്നത്. ദെൻ രണ്ടാമത്തെ കേസിൽ പറയുന്നത് ദാറ്റ് ഈസ് അബൌട്ട് ദ റൊട്ടേഷണൽ എനർജി. ഓക്കെ, സെക്കൻഡ് കേസ് റൊട്ടേഷണൽ എനർജി. ഒന്നാമത്തെ ട്രാൻസ്ലേഷണൽ എനർജി ET എന്ന് പറയും, റൊട്ടേഷണൽ എനർജി ER എന്ന് പറയും, വൈബ്രേഷണൽ എനർജി EV എന്ന് നമ്മൾ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ലേഷണൽ എനർജി എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ലേഷൻ മോഷൻ. ഓക്കെ, ഇപ്പൊ നമ്മുടെ മോളിക്യൂൾസ് ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ ഒക്കെ ഒന്ന് മൂവ് ചെയ്യുവാണെങ്കിൽ പറയുമല്ലോ ഒരു ഗ്യാസ് മോളിക്യൂൾസ് ആണെന്ന് വെച്ചോളൂ. അപ്പോൾ എന്ത് ചെയ്യും? ഗ്യാസ് മോളിക്യൂൾസ് റാൻഡം മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു റാൻഡം മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്ന എനർജിയാണ് എന്ത് പറയുന്നത്? ET എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ എനർജി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ട്രാൻസ്ലേഷണൽ മോഷൻ ഓഫ് ദ മോളിക്യൂൾസ്. ഓക്കെ, മോളിക്യൂൾസിന്റെ ട്രാൻസ്ലേഷണൽ മോഷൻസ് കാരണമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ട്രാൻസ്ലേഷണൽ എനർജീസ് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇനി ഇതേപോലെ വരുന്ന സെക്കൻഡ് എനർജിയാണ് നമ്മുടെ റൊട്ടേഷണൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും റൊട്ടേഷണൽ എനർജീസ് വരുന്നത്? ദ റൊട്ടേഷണൽ എനർജീസ് ഈസ് ഡ്യൂ ടു റൊട്ടേഷൻ ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, സെന്റർ ഓഫ് ഗ്രാവിറ്റി ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു മോളിക്യൂൾസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ഉണ്ടെന്ന് വെച്ചോളൂ. കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിന് 2 ഓക്സിജൻ ആറ്റവും ഒരു കാർബൺ ആറ്റവും ഉണ്ടാവും. അപ്പോൾ കാർബണിന്റെ ഇവിടെയും സെന്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. അപ്പോൾ ഈ ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റി ബേസ് ചെയ്ത് എന്ത് ചെയ്യും? ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ റൊട്ടേഷൻ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വി ആർ ഒബ്റ്റെയിനിങ് ദ റൊട്ടേഷണൽ എനർജി ലെവൽ. നമ്മൾ ER എന്നാണ് എന്ത് ചെയ്യുന്നത് അവിടെ വിളിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദ മോളിക്യൂൾ. സെന്റർ ഓഫ് ഗ്രാവിറ്റി ബേസ് ചെയ്ത് അതിന് റൊട്ടേഷൻ ഉണ്ട്. സോ റൊട്ടേഷൻ കാരണം കിട്ടുന്ന എനർജി ലെവൽസ് ആണ് എന്ത് പറയുന്നത്? റൊട്ടേഷണൽ എനർജി ലെവൽസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് മൂന്നാമതായിട്ട് വരുന്നതാണ് അതിന്റെ വൈബ്രേഷണൽ എനർജി ലെവൽസ്. വൈബ്രേഷൻ എനർജി ലെവൽസ് നമുക്ക് അവിടെ EV എന്ന് പറയാം. വിച്ച് ഈസ് ഡ്യൂ ടു ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ആറ്റം ഇൻ ദ മോളിക്യൂൾ ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ. ഓക്കെ, അപ്പോൾ വൈബ്രേഷണൽ എനർജി ലെവൽസ് വരാനുള്ള റീസൺ എന്തുകൊണ്ടാണ്? ഇപ്പൊ നമുക്കൊരു HCl മോളിക്യൂൾ ഉണ്ടെന്ന് വെച്ചോളൂ. ഓക്കെ, ഒരു HCl മോളിക്യൂൾ ഉണ്ട്, ഹൈഡ്രജനും ക്ലോറിനും. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യും? ഇവരുടെ ബോണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്പ്രിങ് പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബോണ്ട് ഒരു സ്പ്രിങ് പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്പ്രിങ്ങിന്റെ 2 എൻഡ്സിലും 2 മാസ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? സ്പ്രിങ് അവിടെ വൈബ്രേഷൻസ് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു വൈബ്രേഷൻ മോഷൻ. ഓക്കെ, അതാണ് നമുക്ക് അവിടെ വൈബ്രേഷൻ എനർജീസ് ലെവൽസ് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യാണ്ട് പറ്റുന്നത്. മനസ്സിലായോ അത്? ഓക്കെ, അപ്പോൾ നമുക്ക് വൈബ്രേഷൻ എനർജി ലെവൽസ് കിട്ടുന്നുണ്ട്. വൈബ്രേഷൻ എനർജി ലെവൽസ് കിട്ടേണ്ട മെയിൻ റീസൺ എന്തുകൊണ്ടാണ്? ദ വൈബ്രേഷൻ എനർജി ലെവൽസ് ആർ ഒബ്റ്റെയിൻ ഡ്യൂ ടു ദ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒരു വൈബ്രേഷൻ അതവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് എന്ത് കിട്ടുന്നത്? വൈബ്രേഷൻ മോഷൻ, ഒരു വൈബ്രേഷൻ എനർജി അവിടെ ഒബ്റ്റെയിൻ ചെയ്യാണ്ട് പറ്റുന്നത്. ഓക്കെ,
ദെൻ മൂന്നാമത്തെ ഒരു എനർജിയാണ് നമ്മുടെ ഇലക്ട്രോണിക് എനർജി. ഓക്കെ, കാരണം നമുക്കറിയാം നമ്മുടെ മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രോൺസ് അവിടെ എന്ത് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺസിന്റെ ആ ഒരു മൂവ്മെന്റ് കാരണം, ഓക്കെ, മോഷൻ കാരണം കിട്ടുന്ന ഒരു എനർജിയാണ് എന്ത് പറയുന്നത്, ഇലക്ട്രോണിക് എനർജി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡ്യൂ ടു ദ മോഷൻ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, ഒരു മോളിക്യൂൾസിനകത്തുള്ള ഇലക്ട്രോൺസിന്റെ മോഷൻ കാരണം കിട്ടുന്ന എനർജി എന്ത് പറയുന്നുണ്ട്, ഇലക്ട്രോണിക് എനർജീസ് നമ്മളിവിടെ പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഇത്രയും 4 ടൈപ്പ് ഓഫ് എനർജീസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, 4 ടൈപ്സ് ഓഫ് എനർജീസ് ആർ ദർ. 4 types of energies are there. അപ്പോൾ ടോട്ടലി നമുക്ക് 4 ടൈപ്സ് ഓഫ് എനർജീസ് വരുന്നുണ്ട്. അപ്പോൾ ഈ 4 ടൈപ്സ് ഓഫ് എനർജീസിലും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇനി എന്ത് ചെയ്യുന്നു, ടോട്ടൽ എനർജി. അതായത് ഒരു സിസ്റ്റത്തിന്റെ എനർജി എന്ന് പറയുമ്പോൾ അതിൽ പൊസസ് ചെയ്യുന്ന എല്ലാ എനർജിയുടെയും സമ്മേഷൻ ആണ്. നമുക്കത് ഓൾറെഡി അറിയാം. സൂപ്പർ പൊസിഷൻ ഓഫ് ഫോഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ, റിസൾട്ടന്റ് ഫോഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ എനർജിയുടെ കേസും അങ്ങനെ തന്നെയാണ്. അവിടെ എന്തൊക്കെ എനർജീസ് ആണ് കിട്ടുന്നുണ്ടോ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കൺസിഡർ ചെയ്യാൻ പറ്റും. അങ്ങനെ അതിന് ഇറ്റ് ഈസ് ഗെറ്റിംഗ് 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എനർജി. ബട്ട് സ്പെക്ട്രോസ്കോപ്പിയുടെ കേസ് നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഈ ഒരു ഇടിയുടെ കാര്യം നമ്മൾ വളരെ നോക്കാറില്ല. കാരണം ഇടി എന്ന് പറയുന്ന എനർജി അത്യാവശ്യം വീക്ക് ആണ്. ഓക്കെ, ട്രാൻസ്ലേഷൻ എനർജി അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാറില്ല, കൺസിഡർ ചെയ്യാറില്ല. കാരണം ട്രാൻസ്ലേഷൻ മോഷൻ മീൻസ് ഇപ്പോൾ ഫോർവേഡ്ലി ബാക്ക്വേർഡോ അപ്വേർഡ് ഡൗൺവേർഡ് ഒക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ വലുതായിട്ടുള്ള രീതിയിൽ എനർജീസ് ഒന്നും എന്ത് ചെയ്യില്ല, റിലീസ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, അത് ജസ്റ്റ് ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് ദസ് ഇൻ പ്രൊവൈഡിങ് എനി ടൈപ്പ് ഓഫ് എനർജീസ്. ഓക്കെ, ഒരു ടൈപ്പ് ഓഫ് എനർജീസും ആര് പ്രൊഡ്യൂസ് ചെയ്തില്ല, നമ്മുടെ ട്രാൻസ്ലേഷൻ മോഷൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ET അവിടെ നിന്ന് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ET നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നില്ല, ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ടോട്ടൽ എനർജി, ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നുണ്ട്, ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് E is equal to ER plus EV plus EE എന്നായിട്ട് മാറുന്നുണ്ട്. അതായത് റൊട്ടേഷൻ എനർജിയുടെയും വൈബ്രേഷൻ എനർജിയുടെയും ഇലക്ട്രോണിക് എനർജിയുടെയും സമ്മേഷൻ ആയിട്ട് ആര് മാറുന്നുണ്ട്, ടോട്ടൽ എനർജി. ഇതാണ് ET എന്ന് പറയുന്നത്, ടോട്ടൽ എനർജി ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ പറഞ്ഞല്ലോ ഓരോ എനർജി ലെവൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ ഓരോ എനർജി ലെവൽസും നമുക്ക് ഓരോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഫോൾ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ആണെന്ന് അറിയാമല്ലോ. അപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തില് ഇവരെല്ലാവരും വിസിബിൾ റീജിയനിൽ ആയിരിക്കത്തില്ല റേഡിയേഷൻസ് കാണിക്കുന്നത്, പല രീതിയിലുള്ളിടത്തായിരിക്കും എന്ത് ചെയ്യുന്നത്, റേഡിയേഷൻസ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു റൊട്ടേഷണൽ ലെവല്, ഓക്കെ, നമുക്കൊരു റൊട്ടേഷൻ ലെവൽ വരുന്നുണ്ട്. ഓക്കെ, റൊട്ടേഷൻ ലെവല് 1 മുതൽ ഏകദേശം 300 സെന്റിമീറ്റർ ഇൻവേഴ്സ് വരെയുള്ള വേവ്ലെങ്തിലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് അവിടെ റേഡിയേഷൻസ് കാണിച്ചു തരുന്നത്. അതേസമയം നമ്മുടെ വൈബ്രേഷൻ ആണെങ്കിലോ ഏകദേശം 300 മുതൽ 4000 സെന്റിമീറ്റർ ഇൻവേഴ്സ് റേഞ്ചിൽ കാണുന്നുണ്ട്. ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഒക്കർ ചെയ്യുന്ന 10⁻⁶ സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് അവിടെ ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മോളിക്കുലർ എനർജി ലെവൽസിനെ നമുക്ക് സ്കീമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും, ഡിഫറെന്റ് ലെവൽസ് നമ്മളോട് കാണിക്കുന്നുണ്ടോ, ഡിഫറെന്റ് ലെവൽസ് നമ്മൾ ഇതിന് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതില് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് 3 ലെവൽസേ ഉള്ളൂ, നമ്മൾ ട്രാൻസ്ലേഷൻ ലെവൽ എടുക്കുന്നില്ല. ഓക്കെ, നമുക്ക് ആദ്യം വരുന്ന ഓരോ ഇലക്ട്രോണിക് ലെവൽസാണ്. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം ഓരോ ഇലക്ട്രോണിക് ലെവൽസ് വരുന്നുണ്ട്. ഇലക്ട്രോണിക് ലെവൽസിന്റെ സബ് ലെവൽസ് ആയിട്ടാണ് എന്ത് വരുന്നത്, വൈബ്രേഷൻ ലെവൽസ് വരുന്നത്. ഇതെന്ന് വെച്ചാൽ ഓരോ ഇലക്ട്രോണിക് ലെവൽസ്, ഫസ്റ്റ് ഇലക്ട്രോണിക് ലെവൽ, ഇവിടെ സെക്കൻഡ് ഇലക്ട്രോണിക് ലെവൽ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷനകത്ത് നീങ്ങും സബ് ലെവലായിട്ട് അവിടെ ഒരു വൈബ്രേഷണൽ സ്റ്റേറ്റ് വരുന്നുണ്ട്. വൈബ്രേഷണൽ സ്റ്റേറ്റിന്റെയും സബ് ലെവലായിട്ടാണ് എന്ത് വരുന്നത്, റൊട്ടേഷണൽ സ്റ്റേറ്റുകൾ വരുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഓരോ ഇലക്ട്രോണിക് സ്റ്റേറ്റ് നമ്മളിപ്പോ ജസ്റ്റ് വരച്ചു നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. അതെ, ഇപ്പോൾ ഇതൊരു ഇലക്ട്രോണിക് ലെവല്. ഓക്കെ, ഇലക്ട്രോണിക് ലെവൽ സബ് ലെവലായിട്ട് എന്ത് ചെയ്യും, ഒരു വൈബ്രേഷൻ ലെവൽ വരും. വീണ്ടും അതിന്റെ സബ് ലെവലായിട്ട് എന്ത് ചെയ്യും, അടുത്തൊരു റൊട്ടേഷൻ ലെവൽ വരും. അടുത്ത് എന്ത് ചെയ്യും, വീണ്ടും ഒരു ഇലക്ട്രോണിക് ലെവൽ വരുന്നുണ്ട്. വീണ്ടും അതിനൊരു സബ് ലെവലായിട്ട് ഒരു വൈബ്രേഷൻ ലെവൽ വരുന്നുണ്ട്. വീണ്ടും അതിന് സബായിട്ടോ അവിടെ വീണ്ടും ഒരു റൊട്ടേഷൻ ലെവൽസ് എന്തുണ്ട് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഡിഫറെന്റ് ലെവൽസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഇതൊരു സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഡിഫറെന്റ് ലെവൽസിന്റെ. അപ്പോൾ ഇലക്ട്രോണിക് എനർജി ലെവല്, വൈബ്രേഷൻ എനർജി ലെവല്, ദെൻ റൊട്ടേഷണൽ എനർജി ലെവൽസ്. ഓക്കെ, അപ്പൊ ഇത്രയും എനർജി ലെവൽസ് ആണ് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നത്, അതിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ ആണല്ലോ, അത് ഡിഫറെന്റ് എനർജി ലെവൽസിന്റെ കേസസ്. ഓക്കെ, അപ്പൊ ഈ 3 കേസ് നമുക്ക് ട്രാൻസ്ലേഷൻ ലെവൽ നമ്മൾ അവിടെ എടുക്കുന്നില്ല, കാരണം അവിടുത്തെ എനർജീസ് അത്രയും നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടുന്ന കേസ് അല്ല. സോ അവിടെ എന്ത് ചെയ്താൽ നമ്മളിവിടെ ഒപ്റ്റെയിൻ ചെയ്യാത്തത്. ഓക്കെ, ദെൻ നമുക്കിനി നോക്കാം നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഓക്കെ, നമ്മളിത് മുൻപത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് എന്നാൽ ഇപ്പോൾ ഒന്നുകൂടി നോക്കുക, കാരണം നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഇതിൽ നമുക്ക് സ്പെക്ട്രോസ്കോപ്പ് പഠിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം നമുക്ക് അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കേസാണ്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തെ കുറിച്ച് ജസ്റ്റ് നമ്മുടെ നോക്കുന്നുണ്ട്.
Okay, അപ്പോൾ arrangements of electromagnetic radiation according to the increasing order of frequency or decreasing order of wavelength is called the electromagnetic spectrum. അപ്പോൾ എന്താണ് ഒരു electromagnetic spectrum എന്ന് പറയുന്നത്? ഒരു electromagnetic spectrum എന്ന് പറയുന്നത് it is the arrangements of radiation. Okay, നമുക്ക് different types of radiations ഉണ്ട്. Okay, X-ray, gamma ray, infrared, visible, UV, ultra, എന്താ IR, വിസിബിൾ, ഓക്കെ, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റേഡിയേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന റേഡിയേഷനുകളെ നമ്മളൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്നുകിൽ അത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി ആയിരിക്കാം, ഫ്രീക്വൻസിയുടെ ഇൻക്രീസിങ് ഓർഡറിലോ, അല്ലെങ്കിൽ എന്തായിരിക്കാം, ഡിക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്. ഓക്കെ, ഒന്നുകിൽ ഫ്രീക്വൻസിയുടെ ഇൻക്രീസിങ് ഓർഡറിലോ അല്ലെങ്കിൽ വേവ് ലെങ്തിന്റെ ഡിക്രീസിങ് ഓർഡറിലോ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയാം, ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഓക്കെ, അതാണ് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. അപ്പോൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവില് നമുക്ക് എന്തൊക്കെ ഉണ്ടാവും, ഒരു ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവും, ഒരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവും, രണ്ടും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ റേഡിയോ ഫ്രീക്വൻസിയുടെയും റേഡിയോ വേവ്സിന്റെയും മൈക്രോവേവ്സിന്റെയും ഒക്കെ റേഞ്ചസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ, എല്ലാ റേഞ്ചസ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, റേഡിയോ വേവ്സ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, പിന്നെ വിസിബിൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അൾട്രാവയലറ്റ്, എക്സ്റേ, ഗാമ. ഇതിൽ ഏറ്റവും വേവ് ലെങ്ത് കൂടിയത് റേഡിയോ വേവ്സ് ആണ്. ഓക്കെ, ലാർജർ വേവ് ലെങ്ത്. ദെൻ ഇതിനാണെങ്കിലോ ഇതിന് ഗാമ റേസിന് ഷോർട്ടർ വേവ് ലെങ്ത് ആയിരിക്കും, ഷോർട്ടർ വേവ് ലെങ്ത് വരുന്നുണ്ട്. ഇവിടെ ലാർജർ വേവ് ലെങ്ത് ആണെങ്കിൽ എന്തായിരിക്കും, ഷോർട്ടർ ഫ്രീക്വൻസി ആയിരിക്കും, ഷോർട്ടർ ഫ്രീക്വൻസി. ഇവിടെ ആണെങ്കിലോ ലാർജർ ഫ്രീക്വൻസി. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അവിടെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് നമുക്ക് അവിടെ വരുന്നത്. As a spectral line result when a molecule absorbs the radiation of energy h nu goes to excitation state of molecule in the steady with the quantum of energy h nu. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താ, മോളിക്യൂൾസ് എനർജി അബ്സോർബ് ചെയ്ത് ഹയർ സ്റ്റേറ്റിലോട്ട് പോകുന്നുണ്ട്. h nu എന്ന് പറയുന്ന ഒരു ഫോട്ടോൺ എനർജി അബ്സോർബ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, ഹയർ ലെവലിലോട്ട് പോകുന്നത്. അപ്പോൾ അതിന് ഹയർ ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം എന്ത് ചെയ്യാൻ പറ്റും, ഹയർ ലെവലിൽ ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. സോ അല്പം കഴിയുമ്പോൾ എന്ത് ചെയ്യണം, അത് താഴോട്ട് വരേണ്ടതായിട്ടുള്ള ആവശ്യം ഇവിടെ വരുന്നുണ്ട്. സോ ആ സമയത്ത് എന്ത് ചെയ്യണം, അവിടെ നിന്ന് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, അവിടെ എമിറ്റ് ചെയ്യും. അപ്പോൾ എക്സൈറ്റേഷനിലോട്ട് പോകുന്ന സമയത്ത് അവിടെ ഒരു അബ്സോർപ്ഷൻ ലൈൻ കാണാൻ പറ്റും. ഓക്കെ, ഏത് റേഡിയേഷൻ, ഇപ്പൊ നമ്മളൊരു ഒരു വിസിബിൾ ലൈറ്റ് അവിടെ ഫ്ലാഷ് ചെയ്യുന്ന വെച്ചോളൂ. അപ്പോൾ വിസിബിൾ ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ പറയാൻ പറ്റുന്നത്, വിസിബിൾ ലൈറ്റ് ഫ്ലാഷ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഒരു മോളിക്യൂളിന്റെ അബ്സോർപ്ഷൻ റേഞ്ച് എന്ന് പറയുന്നത് റെഡ് ആണെന്ന് വെച്ചോ, റെഡ് അല്ല, ഒരു യെല്ലോ ആണെന്ന് വെച്ചോ. ഓക്കെ, അല്ലെങ്കിൽ ഗ്രീൻ ആണെന്ന് നോക്കുക കേട്ടോ, ഗ്രീൻ സെറ്റിലോട്ട് വരുന്നത്. ഓക്കെ, ഗ്രീൻ ആണെന്ന് വെച്ചോ. അപ്പോൾ ഈ ഗ്രീൻ ലൈറ്റ് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. ഓക്കെ, ഗ്രീൻ അത് ആ മോളിക്യൂൾ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. നമ്മളടുത്ത് അപ്പുറ സൈഡ് നോക്കുന്ന സമയത്ത് ശരി നമുക്കവിടെ ഗ്രീൻ കാണാൻ പറ്റില്ല. ഓക്കെ, ബാക്കി നമ്മുടെ എല്ലാ സ്പെക്ട്രം അവിടെ കാണും, ബട്ട് ഗ്രീൻ അവിടെ ആബ്സെന്റ് ആയിരിക്കും. എന്തുകൊണ്ടാ, കാരണം ഗ്രീൻ റേഡിയേഷൻ ആണ് ഈ മോളിക്യൂൾ അബ്സോർവ് ചെയ്യുന്നത്. അത് അബ്സോർവ് ചെയ്തുകൊണ്ട് ഹയർ സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അബ്സോർവ് ചെയ്ത് ഹയർ സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്തു. അപ്പൊ അങ്ങനെ കാണുന്ന സ്പെക്ട്രൽ ലൈൻസിനെ നമ്മൾ പറയുന്ന പേരാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രൽ ലൈൻസ് എന്ന് പറയും. എന്താണ് അബ്സോർപ്ഷൻ സ്പെക്ട്രൽ ലൈൻ? അപ്പൊ എങ്ങനെ നമുക്ക് അബ്സോർപ്ഷൻ സ്പെക്ട്രൽ ലൈൻ ഫോം ചെയ്യുന്നത്, ഈ ഒരു അബ്സോർപ്ഷൻ സ്പെക്ട്രൽ ലൈൻ ഫോം ചെയ്യുന്ന മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താ, ബിക്കോസ് നമുക്ക് ആ ഒരു മോളിക്യൂള് ഏത് റേഡിയേഷൻ ആണോ അബ്സോർബ് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്തുകൊണ്ട് എക്സൈറ്റേഷനിലോട്ട് പോകുന്നു. മനസ്സിലായോ? അത് അബ്സോർബ് ചെയ്തുകൊണ്ട് എക്സൈറ്റേഷനിലോട്ട് പോകുന്നു. അപ്പൊ അങ്ങനെ എക്സൈറ്റേഷനിലോട്ട് പോകുന്ന സമയത്ത് ആ ഒരു റേഡിയേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിസിബിൾ ആയിരിക്കത്തില്ല. ഓക്കെ, നമുക്ക് അത് കാണാൻ പറ്റത്തില്ല, കാരണം അത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇതിനവിടെ ആ ഒരു ഹയർ സ്റ്റേറ്റ് ഒരുപാട് സമയമൊന്നും അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഒരുപാട് സമയം അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് ഒരു സെർട്ടൻ റേഡിയേഷൻ അവിടെ നിന്ന് എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും. ഓക്കെ, എമിറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, അത് തിരിച്ച് ലോവർ സ്റ്റേറ്റിലോട്ട് വരും. അപ്പൊ അങ്ങനെ അത് എമിറ്റ് ചെയ്ത് ലോവർ സ്റ്റേറ്റിലോട്ട് വരുന്ന ആ ഒരു സമയത്ത് വരുന്ന സ്പെക്ട്രൽ ലൈൻസ് നമ്മൾ പറഞ്ഞപ്പോഴാണ് എമിഷൻ സ്പെക്ട്രൽ ലൈൻസ് എന്ന് പറയും. എന്താണ് എമിഷൻ സ്പെക്ട്രൽ ലൈൻസ്? സാധാരണ അബ്സോർപ്ഷൻ സ്പെക്ട്രൽ ലൈൻസ് ഡാർക്ക് കളർ ആയിരിക്കും കേട്ടോ. ഏതാണോ ആബ്സെന്റ് ആയിരിക്കുന്നത് അതാണ് അവിടെ അബ്സോർപ്ഷൻ ലൈൻസ് നമ്മൾ പറയുന്നത്. എമിഷൻ നമുക്ക് കളർഫുൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അബ്സോർവ് ചെയ്യാൻ മീൻസ് അവിടെ ഡാർക്ക്നെസ് വരിക, ആ റേഡിയേഷൻ അത് അബ്സോർവ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഇതിനെ. ഓക്കെ, അപ്പോൾ അതിനാണ് എന്താ പറയുന്നത്, എമിഷൻ ആൻഡ് അബ്സോർപ്ഷൻ ലൈൻസ് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിനി നോക്കേണ്ടത് നമ്മുടെ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയാണ്. ഓക്കെ, റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി ആ ഒരു മോഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് നോട്ട്സിനകത്തുണ്ട്. സോ അതിനകത്ത് ചിലപ്പോൾ ഹെഡിങ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഇതുണ്ടാവും. ഓക്കെ, കംപ്ലീറ്റ് നോട്ട്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
നിങ്ങളുടെ ആ ഒരു MG യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ നിന്നും ചിലപ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഇതിൻ്റെ ഓർഡറിൽ ചിലപ്പോൾ കാണും. എനിക്ക് തോന്നുന്നു ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ രാമൻ സ്പെക്ട്രോസ്കോപ്പി നോട്ടിൽ കൊടുത്തി. നിങ്ങളുടെ സിലബസ് തിരിച്ചാണ്. അപ്പോൾ അത് നോക്കണ്ട, കംപ്ലീറ്റ് ടോപ്പിക്സും ഇതിനകത്തുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് കുഴപ്പമില്ല. കംപ്ലീറ്റ് നോട്ട് വേണ്ടി നിങ്ങളുടെ റെഫറൻസ് ടെക്സ്റ്റ് തന്നെയാണ് ഇതിൻ്റെയും നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ്. സോ അതിൽ പ്രശ്നമൊന്നുമില്ല. ഓർഡറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. സോ അതൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ റൊട്ടേഷൻ സ്പെക്ട്രോസ്കോപ്പിൽ നമുക്ക് പോവാം. അപ്പോൾ ഇത് ശരിക്കും റൊട്ടേഷൻ സ്പെക്ട്രോസ്കോപ്പിയുടെ കേസിൽ മാത്രം അല്ല, നമുക്ക് ടോട്ടലി നമുക്ക് മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്പെക്ട്രോസ്കോപ്പി ഡിസ്കസ് ചെയ്യാൻ നമ്മളോട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റൊട്ടേഷൻ സ്പെക്ട്രോസ്കോപ്പി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മോളിക്യൂൾസ് നമ്മൾ 3 ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ക്ലാസിഫൈ ചെയ്യുന്നു. സോറി, 3 അല്ല, കൂടുതൽ നമുക്ക് പറയാം. ലീനിയർ മോളിക്യൂൾസ്, നമ്മുടെ സിമെട്രിക് മോളിക്യൂൾസ്, അങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു മോളിക്യൂൾസിന്റെ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ നോക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കുക നമ്മുടെ ഒരു മോളിക്യൂൾസിന് 3 ടൈപ്പ് ഓഫ് റൊട്ടേഷൻസ് ആണ് നമുക്ക് പോസിബിൾ ആവുന്നത്. ഓക്കെ, അല്ലെങ്കിൽ 3 ആക്സിസ് ഓഫ് റൊട്ടേഷൻ, 3 ഡയറക്ഷനിൽ എന്ത് ചെയ്യാൻ പറ്റും, റൊട്ടേഷൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓൾറെഡി നമുക്ക് അറിയില്ല X, Y, Z ആക്സിസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന പറയുന്നത് ഫസ്റ്റ് എന്ന് വെച്ചാൽ റൊട്ടേഷൻ അബൌട്ട് ദ ബോണ്ട് ആക്സിസ്. ഓക്കെ, നമ്മൾ അതിനെ IA എന്ന് വിളിക്കും. ഓക്കെ, എന്താണ് IA? വാട്ട് ഈസ് IA? IA ഈസ് ദ റൊട്ടേഷൻ അലോങ് ദ ബോണ്ട് ആക്സിസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ആണെങ്കിൽ, ഓക്കെ, ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുമ്പോൾ ഇതല്ലേ അതിന്റെ ബോണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബോണ്ടിൽ കൂടി വരുന്ന ആക്സിസിൽ കൂടി വരുന്ന റൊട്ടേഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് IA എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? റൊട്ടേഷൻ അബൌട്ട് ദ ബോണ്ട് ആക്സിസ്. ഏതാണോ ബോണ്ട് ആക്സിസ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കേസിൽ നമ്മൾ എന്ത് പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ടേംഡ് ആസ് ദ ബോണ്ട് ആക്സിസ് റൊട്ടേഷൻ. ഓക്കെ, നമ്മൾ ആ ഒരു ആക്സിസിനെ IA എന്നാണ് എന്ത് ചെയ്യുന്നത് അവിടെ വിളിക്കുന്നത്. ഓക്കെ, I സഫിക്സ് A. ഇനി അടുത്ത് എൻഡ് ഓവർ എൻഡ് റൊട്ടേഷൻ ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. ഓക്കെ, അടുത്ത് നമ്മുടെ എൻഡ് ഓവർ എൻഡ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പ്ലെയിൻ ഓഫ് പേപ്പർ കൺസിഡർ ചെയ്യണമെങ്കിൽ ഇത് ഇങ്ങനെ പോകുന്ന ഒരു ആക്സിസ്. ഓക്കെ, അത് നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് കോൾഡ് എൻഡ് ഓവർ എൻഡ് റൊട്ടേഷൻ, ഇറ്റ് ഈസ് ടേംഡ് ആസ് IB. ഓക്കെ, നമ്മൾ അതിനെ IB എന്ന് ഇതിൻ്റെ അവിടെ വിളിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കേസ് ആണെങ്കിൽ എൻഡ് ഓവർ എൻഡ് റൊട്ടേഷൻ അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. ഇതിന് റൈറ്റ് ആംഗിൾ, അതായത് ഈ ഒരു ആക്സിസ് വരും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ IA, ഇത് IB, അത് എന്തായിരിക്കും IC ആയിരിക്കും. മനസ്സിലായോ? ഇങ്ങനെയാണ് 3 ആക്സിസ് ഓഫ് റൊട്ടേഷൻസ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് റൊട്ടേഷൻ അബൌട്ട് ദ ബോണ്ട് ആക്സിസ് IA വരുന്നുണ്ട്, എൻഡ് ഓവർ എൻഡ് റൊട്ടേഷൻ ദ പ്ലെയിൻ ഓഫ് പേപ്പർ വരുന്നുണ്ട്, ദെൻ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് എന്താണ്, എൻഡ് ഓവർ എൻഡ് റൊട്ടേഷൻ അറ്റ് ദ റൈറ്റ് ആംഗിൾ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. ഓക്കെ, ആ ഒരു പ്ലെയിൻ ഓഫ് പേപ്പർ തന്നെ റൈറ്റ് ആംഗിളിൽ വരുന്ന രീതിയിൽ വരുന്നത് എന്ത് വരുന്നത്, എൻഡ് ഓവർ എൻഡ് റൊട്ടേഷൻ അറ്റ് ദ റൈറ്റ് ആംഗിൾ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ എന്ന് പറയുന്ന IC. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ മോളിക്യൂൾസിന്റെ റൊട്ടേഷൻസിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ഡിഫറെന്റ് ആക്സിസ് ആണ്. 3 ക്ലാസിഫിക്കേഷൻസ് അല്ല നമ്മുടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻസ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആക്സിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഓരോ ആക്സിസിനെ വെച്ച് നോക്കുമ്പോഴും അതിൻ്റെതായ മൊമെന്റ് ഓഫ് ഇനർഷ്യാസ് ആർക്ക് വരുന്നുണ്ട്, നമ്മുടെ മോളിക്യൂൾസിന് വരുന്നുണ്ട്. മനസ്സിലായോ അത്? ഓക്കെ, നമ്മൾ 3 ആക്സിസ് പറഞ്ഞു. ഒന്ന് ബോണ്ട് ആംഗിളിന് ബോണ്ടിന് അതിന്റെ കെമിക്കൽ ബോണ്ടിന് എലോങ് ആയിട്ട് വരുന്ന ഒരു ആക്സിസ്, ദെൻ പേപ്പർ പ്ലെയിൻ ഓഫ് പേപ്പറിന് എൻഡ് ടു എൻഡ് ആയിട്ട് വരുന്ന ഒരു ആക്സിസ്, ദെൻ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന മൂന്നാമത്തെ ഒരു ആക്സിസ്. അപ്പോൾ ഈ 3 ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്തും ഈ 3 ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും, റൊട്ടേഷൻസ് പോസിബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ റൊട്ടേഷൻസ് പോസിബിൾ ആണെങ്കിൽ there will be a chance of presence of moment of inertia. ഓക്കെ, റൊട്ടേഷണൽ ഇനർഷ്യ നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യാസ് എന്ന് പറയുന്നത്. ഇനർഷ്യ എന്ന് പറയുമ്പോൾ ഒരു ബോഡിക്ക് റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ഇനബിലിറ്റി, അല്ലെങ്കിൽ ഒരു മോഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ട ഇനബിലിറ്റി. ഓക്കെ, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ചേഞ്ച് ഓഫ് മോഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന ഇനബിലിറ്റി നമ്മൾ എന്താ പറയുക, ഇനർഷ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് റൊട്ടേഷൻ മോഷൻ ആവുന്ന സമയത്ത് റൊട്ടേഷൻ ഇനർഷ്യാസ് വരും. സോ റൊട്ടേഷൻ ഇനർഷ്യ നമ്മൾ പറയുന്ന പേരാണ് എന്താ, മൊമെന്റ് ഓഫ് ഇനർഷ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഒരു മോളിക്യൂൾസിനെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ 3 പ്രിൻസിപ്പൽ മൊമെന്റ് ഓഫ് ഇനർഷ്യാസ് കൺസിഡർ ചെയ്യണം. ഒന്ന് IA, ഒന്ന് IB ആൻഡ് IC. ഓക്കെ, അങ്ങനെ IA, IB ആൻഡ് IC എന്ന രീതിയിൽ 3 മൊമെന്റ് ഓഫ് ഇനർഷ്യാസ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യാസിന്റെ ബേസിസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീണ്ടും നമ്മൾ മോളിക്യൂൾസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, മൊമെന്റ് ഓഫ് ഇനർഷ്യാസിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും നമ്മൾ ഈ ഒരു മോളിക്യൂൾസിനെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ മോളിക്യൂൾസിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് ലീനിയർ മോളിക്യൂൾസ്. ഓക്കെ, ചില മോളിക്യൂൾസ് എന്താണ് അവിടെ ലീനിയർ മോളിക്യൂൾസ് ആണ്. അപ്പോൾ ലീനിയർ മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് പറയാം, ഇൻ ലീനിയർ മോളിക്യൂൾസ് ഓൾ ദ ആറ്റംസ് ആർ അറേഞ്ച് അലോങ് എ സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, ഒരു സ്ട്രേറ്റ് ലൈനിൽ ആറ്റംസിനെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം മോളിക്യൂൾസിനെ പറയുന്ന പേരാണ് നമ്മുടെ ലീനിയർ മോളിക്യൂൾസ്. അവിടെ IAയുടെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, IAയുടെ വാല്യൂ എന്താണ്, 0 ആണ്. IB ഈക്വൽ ടു എന്തായിരിക്കും, IC ആയിരിക്കും. ഓക്കെ ആണോ? ലീനിയർ മോളിക്യൂൾസിന്റെ കേസിൽ എല്ലാ ആറ്റംസും സ്ട്രേറ്റ് ലൈനിൽ അറേഞ്ച്ഡ് ആയിരിക്കും.
അതിൻ്റെ കേസിൽ നമുക്ക് എക്സാമ്പിൾ എന്തായിട്ട് വരാം? HCl, HF, ഹൈഡ്രജൻ ക്ലോറൈഡ്, ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ലീനിയർ മോളിക്യൂൾസിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ വാല്യൂസ് നോക്കുമ്പോൾ ഐയുടെ വാല്യൂ 0 ആണ്. IB = IC നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ ഒപ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ലീനിയർ മോളിക്യൂൾസ് അവിടെ ഒപ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്പെറിക്കൽ ടോപ്പ് മോളിക്യൂൾസ് ആണ്. ഓക്കെ, എന്താണ് സ്പെറിക്കൽ ടോപ്പ് മോളിക്യൂൾസ്? അപ്പോൾ സ്പെറിക്കൽ ടോപ്പ് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ മൊമെന്റ് ഓഫ് ഇനർഷ്യാസ് എന്തായിരിക്കും? ഐഡന്റിക്കൽ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു IA ഉണ്ട്, IB ഉണ്ട്, IC ഉണ്ട്. അപ്പോൾ ഇത്തരം 3 മോളിക്യൂൾസും അവിടെ നമുക്ക് ഐഡന്റിക്കൽ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, ഓക്കെ, അവിടെ മൊമെന്റ് ഓഫ് ഇനർഷ്യാസ് ഐഡന്റിക്കൽ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ്. ഓക്കെ, സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ മെൻഷൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സിമെട്രിക് അല്ല, സ്പെറിക്കൽ ടോപ്പ്. ഓക്കെ, സ്പെറിക്കൽ ടോപ്പ് മോളിക്യൂൾസ്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് എന്താ? അവിടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ IA = IB = IC ആണ്. CH4, ഓക്കെ, മീഥൈൻ. ഓക്കെ, CH4 എൻ്റെ എക്സാമ്പിൾ ആണ്. CCl4. ഓക്കെ, ഇതൊക്കെ എന്താണ്? സ്പെറിക്കൽ ടോപ്പ് മോളിക്യൂൾസിന്റെ എക്സാമ്പിൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവിടെ പറയാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് സ്പെറിക്കൽ ടോപ്പ് മോളിക്യൂൾസ് വരുന്നുണ്ട്. സ്പെറിക്കൽ ടോപ്പ് മോളിക്യൂൾസിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ അവിടെ പറഞ്ഞത്. ദെൻ നമുക്ക് സ്പെറിക്കൽ ടോപ്പ് മോളിക്യൂൾസിലാണ് നമുക്ക് 2 ക്ലാസിഫിക്കേഷൻസ് കൂടി വരുന്നത്. സോറി, സ്പെറിക്കൽ അല്ല, സിമെട്രിക് നമുക്ക് അവിടെ പറയാം. ഓക്കെ, സ്പെറിക്കൽ ടോപ്പിന്റെ ക്ലാസിഫിക്കേഷൻ ഇല്ലല്ലോ, എല്ലാ മൊമെന്റ് ഓഫ് ഇനർഷ്യാസും സെയിം അല്ലേ? ഏതാ? CH4, CCl4, SF6, സൾഫർ ഫ്ലൂറൈഡ് അല്ലേ? ഓക്കെ, SF6 ഇതെല്ലാം എന്താണ്? SF6 അല്ലേ? ഇനി ക്രൗൺ അല്ല, അത് SF8 ആണ് കേട്ടോ, ക്രൗൺ ടൈപ്പ് ബോണ്ട് വരുന്നത്. ഓക്കെ, അത് SF6 അല്ല, SF8. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ നമ്മുടെ അസിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ് ആണ്. അപ്പോൾ അസിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ 3 മൊമെന്റ് ഓഫ് ഇനർഷ്യാസ് എന്തായിരിക്കത്തില്ല? ഈക്വൽ ആയിരിക്കത്തില്ല. ഓക്കെ, ദേ ആർ പ്രോസസിങ് 3 ഡിഫറെന്റ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓൺ 3 along 3 ആക്സിസ്. ഓക്കെ, 3 ബോണ്ട് ആക്സിസ് വെച്ച് നോക്കുമ്പോഴും അവർക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യാസ് പ്രോസസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യാസ് പ്രോസസ് ചെയ്യുന്ന മോളിക്യൂൾസ് നമ്മൾ പറയുന്ന പേരാണ് എന്താ? ഇറ്റ് ഈസ് കോൾഡ് ആസ് അസിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ്. ഓക്കെ, കാരണം അവർക്കൊരു സിമെട്രി എലമെന്റ്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ഇപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ വാട്ടർ മോളിക്യൂൾസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ തന്നെ വാട്ടർ മോളിക്യൂൾസ് ഇൻവേർട്ടഡ് ബെൻഡ് ഷേപ്പാണ്. ഓക്കെ, അപ്പോൾ ലീനിയാരിറ്റി ഇല്ല. ദെൻ അവിടെ നമ്മളൊരു ബോണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ ആക്സിസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു സിമെട്രി കാണാനായിട്ട് പറ്റില്ല. ഒരു സിമെട്രി ഇങ്ങനെ മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് എന്തുപോലെ ആക്സിസ് ആയിരിക്കും, അത് എന്തല്ല മറ്റുള്ളതുമായിട്ട് അവിടെ ഈക്വൽ അല്ല, നമുക്ക് എന്ത് ചെയ്യാം? അവിടെ പറയാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് അസിമെട്രിക് ടോപ്പ് മോളിക്യൂൾസിൽ എന്തുണ്ട്? ദേ ആർ ഹാവിംഗ് 3 ഡിഫറെന്റ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, 3 ഡിഫറെന്റ് മൊമെന്റ് ഓഫ് ഇനർഷ്യാസ് ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ എന്ത് പറയുന്നത്? അസിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ് എന്ന് അവിടെ പറയുന്നത്. ഇൻ അസിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ് എന്ത് സംഭവിക്കുന്നുണ്ട്? ഇൻ അസിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ് all the 3 moment of inertias are having different inertia values. That is IA not equal to IB not equal to IC. Okay, അപ്പോൾ എക്സാമ്പിൾസ് നമുക്ക് H2O വാട്ടർ, ദെൻ CH3OH. ഓക്കെ, CH3OH 3 കറക്റ്റ് ആയിരിക്കും, ബട്ട് ഈ OH ബോണ്ട് കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു സിമെട്രി വരുന്നു. ഇവിടെ H ആണെങ്കിൽ വരുമായിരുന്നു, ബട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ അസിമെട്രി അവിടെ വരുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് ഇവിടെ OH ബോണ്ട് വരുന്നുണ്ട്. ദെൻ C2H5OH. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഇറ്റ് ഈസ് എക്സാമ്പിൾ ഫോർ അസിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് നമ്മുടെ സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസിൽ 2 മൊമെന്റ് ഓഫ് ഇനർഷ്യാസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ബട്ട് ഒന്ന് എന്തായിരിക്കത്തില്ല? ഈക്വൽ ആയിരിക്കില്ല, ഒന്ന് അവിടെ ഡിഫറെന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ IB = IC. ഓക്കെ, IB IC ഈക്വൽ ആണ്, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു IA. ഓക്കെ, IA എന്തുണ്ട്? അവിടെ ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ 2 പേര് ഈക്വൽ ആയിട്ട് വരികയും ഒന്ന് ഡിഫറെന്റ് ആയിട്ട് വരികയും ചെയ്തു കഴിഞ്ഞാൽ അതിനെ പറഞ്ഞ പേരാണ് സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ് നമ്മൾ 2ആയി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് പ്രോലേറ്റ് സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ് എന്നും മറ്റൊന്ന് ഒബ്ലേറ്റ് സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ് എന്നും. മനസ്സിലായോ? എന്തൊക്കെയാണ്? പ്രോലേറ്റ് സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ് എന്നും നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഒബ്ലേറ്റ് സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 ക്ലാസിഫിക്കേഷൻസ് അവിടെ നമുക്ക് വരുന്നുണ്ട്. അത് എന്തിന്റെ ബേസിസിലാണ്? അത് സിമെട്രിയുടെ ബേസിലാണ് നമ്മൾ എന്തിനാ അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നോക്കണേ, കാരണം നമ്മൾ മിക്കപ്പോഴും ഓർക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും അത് എന്താ സ്പെറിക്കൽ ടോപ്പിന്റെ കേസിലാണ് വരുന്നതായിരുന്നു. ഓക്കെ, ശരിക്കും സ്പെറിക്കൽ അല്ല. കാരണം ഈ പ്രോലേറ്റ് ഒബ്ലേറ്റ് നമ്മൾ കൂടുതൽ പറയുന്നത് നമ്മുടെ സിമെട്രിയുടെ ബേസിസിലാണ്. ഓക്കെ, സിമെട്രിയുടെ സ്പെറിസിക്കിന്റെ ബേസിൽ സ്പെറിക്കലിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ആണ് എന്താ നമ്മുടെ പ്രോലേറ്റും ഒബ്ലേറ്റ് ഷേപ്പ് എന്ന് പറയുന്നത്.
അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ഒരു കൺസിഡറേഷൻ നമുക്ക് അവിടെ വരും. സോ അതൊന്ന് നോക്കിക്കൊള്ളാം, അതെവിടെയാണ് വരുന്നത്, സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഒരു സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസിൽ നമുക്ക് ഈ പ്രോലേറ്റും ഒബ്ലേറ്റും വരാൻ കേസ് ബിക്കോസ് ഇതിൽ എന്താ ഇപ്പോൾ ഐ ബിയും ഐ സിയും സിമിലർ, ഓക്കെ, ഈക്വൽ ആണ്. ബട്ട് അത് എന്തിനെക്കാട്ടിയും കൂടുതലായിരിക്കും, ഐനെക്കാട്ടിയും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു പ്രോലേറ്റ് ഷേപ്പ് എന്ന് വെച്ചാൽ ഇതുപോലെ നമുക്ക് വരയ്ക്കാം കേട്ടോ. പ്രോലേറ്റ് ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതാണ് ഒരു പ്രോലേറ്റ് ഷേപ്പ് കണ്ടോ, ഇതാണ് പ്രോലേറ്റ്. നോർമലി സിമെട്രി എന്ന് പറയുമ്പോൾ ഒരു സർക്കിൾ ഇതല്ലേ, ഓക്കെ, സർക്കിൾ ഇതാണ്. ബട്ട് അതിന് വ്യത്യാസമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ വരുന്നുണ്ട്. അതായത് ഐ ബിയും ഐ സിയും ഈക്വൽ ആയിരിക്കും, ബട്ട് ഐയെ കാട്ടി എന്തായിരിക്കും, അതവിടെ ഗ്രേറ്റർ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ആക്സിസ് ഓഫ് സിമെട്രി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ആക്സിസ് ഓഫ് സിമെട്രി എന്ന് പറയുമ്പോൾ ഈ ഒരു സിമെട്രിയിലായിരിക്കും ആക്സിസ് ഓഫ് സിമെട്രി എലമെന്റിന്റെ ആക്സിസ് അവിടെ വരുന്നത്. സോ ദിസ് ഷേപ്പ് ഈസ് കോൾഡ് ആസ് പ്രോലേറ്റ്, പ്രോലേറ്റ് സിമെട്രി. ഓക്കെ, പ്രോലേറ്റ് സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ്. ദെൻ ഇനി ഒബ്ലേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒബ്ലേറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇതിന്റെ തിരിച്ചു വരും. ഓക്കെ, നമ്മളിപ്പോൾ ഇങ്ങനെ വരച്ചെങ്കിൽ ഇങ്ങനെ വരച്ചാൽ എന്താവും, ഇത് ഒബ്ലേറ്റ് ഷേപ്പ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു ആക്സിസ് ഒക്കെ ഇങ്ങനെ വരാം. ഇതിന്റെ ഒരു ആക്സിസ് ഈ തരത്തിലായിരിക്കും വരുന്നത്. സോ ദിസ് ഈസ് കോൾഡ് ആസ് ഒബ്ലേറ്റ് സിമെട്രി. ഓക്കെ, അങ്ങനെ പ്രോലേറ്റ് സിമെട്രി വരുന്നുണ്ട്, ഇതിന് നമുക്ക് ഒബ്ലേറ്റ് സിമെട്രി വരുന്നുണ്ട്. അപ്പോൾ പ്രോലേറ്റ് സിമെട്രിയുടെ എക്സാമ്പിൾ CH3Cl, CH3F, CH3Br. ഓക്കെ, CH3 ഗ്രൂപ്പിൽ വരുന്ന അതിന്റെ കൂടെ വരുന്ന ക്ലോറിൻ, ഫ്ലോറിൻ, ബ്രോമിൻ, അതെല്ലാം എന്താണ്, പ്രോലേറ്റ് സിമെട്രി ആണ് ഇതിനവിടെ കാണിക്കുന്നത്. ദെൻ ഒബ്ലേറ്റ് ആണെങ്കിലോ, ഒബ്ലേറ്റ് ആണെങ്കിൽ BCl3, അതൊക്കെ എന്തിന്റെ കേസാ, ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഒബ്ലേറ്റ് ഷേപ്പ്. ഓക്കെ, ഒബ്ലേറ്റ് ഷേപ്പിന്റെ എക്സാമ്പിൾ അല്ലെങ്കിൽ ഒബ്ലേറ്റ് സിമെട്രിയുടെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അവിടെ എന്തായിരിക്കും, ഐ ബിയും ഐ എയും ഈക്വൽ ആയിരിക്കും, വിച്ച് വിൽ ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് ഐ എ. അവിടെ ഐ എ ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് ടൈപ്സ് ഓഫ് സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. The symmetric top molecules are basically classified into two. First one, prolate symmetric top molecules, and second one, oblate symmetric top molecules. Okay, prolate symmetric top molecules എന്ന oblate symmetric top molecules നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ രണ്ടായിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻസ് നമുക്ക് നമ്മുടെ സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസിനെ അവിടെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ മോളിക്യൂൾസിന്റെ ക്ലാസിഫിക്കേഷൻസിൽ വരുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻസിൽ എന്തൊക്കെ വരുന്നുണ്ട് അത് നമുക്കൊന്ന് എഴുതി നോക്കാം. ഒന്നാമത്തത് linear molecules. Second one, symmetric top molecules. Okay, symmetric top molecules. മൂന്നാമത്തെ classification, spherical top molecules. Then നാലാമത്തത് asymmetric top molecules. അപ്പോൾ ഇതിലേക്ക് ഓരോ എക്സാമ്പിൾസ് കൂടി പഠിച്ചു വെക്കുക. സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ് ആണ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന പ്രോലേറ്റ് സിമെട്രി എന്നും പ്രോലേറ്റ് സിമെട്രി ആൻഡ് ഒബ്ലേറ്റ് സിമെട്രി. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലാസിഫിക്കേഷൻസ് നമുക്ക് എവിടെ വരുന്നുണ്ട്? ദീസ് ക്ലാസിഫിക്കേഷൻസ് വെയർ ഇൻക്ലൂഡഡ് ഇൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, മോളിക്യൂൾസിന്റെ ക്ലാസിഫിക്കേഷൻസിൽ നമുക്ക് ഇത്രയും അവിടെ ഇൻക്ലൂഡഡ് ആണ് നമുക്ക് അവിടെ പറയാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് മോളിക്യൂൾസ് അവിടെ 3 ആണ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻസ് ഓഫ് മോളിക്യൂൾസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റൊട്ടേഷൻ സ്പെക്ട്രയിലോട്ട് വരാം. ഓക്കെ, നമ്മളൊരു ഡയറ്റോമിക് മോളിക്യൂൾസിന്റെ റൊട്ടേഷൻ സ്പെക്ട്ര. എന്തുകൊണ്ടാണ് റൊട്ടേഷൻ സ്പെക്ട്ര വരുന്നത്? ദ റൊട്ടേഷൻ സ്പെക്ട്ര അറൈസസ് ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദ മോളിക്യൂൾസ്. ഓക്കെ, മോളിക്യൂൾസ് റൊട്ടേറ്റ് ചെയ്യും, കാരണം മോളിക്യൂൾസിന് എനർജി കിട്ടുമ്പോൾ അതിന് റൊട്ടേറ്റ് ചെയ്യേണ്ട ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ റൊട്ടേഷൻ പല രീതിയിൽ റൊട്ടേഷൻസ് നടത്താം. ഓക്കെ, ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ ഒരു ഹൈഡ്രജൻ ക്ലോറിൻ മോളിക്യൂൾ വെച്ചോളൂ. ഒന്നിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഇങ്ങനെ ഒരു ആക്സിസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യാം, ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇത് ഒരു ആക്സിസ് കൺസിഡർ ചെയ്താൽ എന്ത് ചെയ്യാം, ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ റൊട്ടേഷൻസ് രണ്ട് രീതിയിൽ അവിടെ പോസിബിൾ ആണ് നമുക്ക് പറയാം. ഓക്കെ, 2 ways അവിടെ റൊട്ടേഷൻസ് പോസിബിൾ ആണ്. മനസ്സിലായോ? അത് രണ്ട് രീതിയിൽ റൊട്ടേഷൻസ് നമുക്ക് അവിടെ വരുന്നുണ്ട്. സോ അപ്പോൾ ആ റൊട്ടേഷൻസ് നമുക്ക് നോക്കാം, ഏതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതനുസരിച്ച് ആക്സിസ് കൺസിഡർ ചെയ്യും. ഓക്കെ, അതനുസരിച്ച് നമ്മൾ ഇന്നവിടെ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു റൊട്ടേഷൻ സ്പെക്ട്ര നോക്കുന്ന സമയത്ത് നമ്മുടെ അറിഞ്ഞിരിക്കുന്നത് നമുക്ക് രണ്ട് മോളിക്യൂൾസ് ഉണ്ടാവും. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ലീനിയർ ഡയറ്റോമിക് മോളിക്യൂൾസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ലീനിയർ ഡയറ്റോമിക് മോളിക്യൂൾ ഹാവിംഗ് atoms of mass m1 and m2 with a bond length r. Okay, that is rotating about an axis perpendicular to its bond and passing through the center of gravity. ഓക്കെ, ഇപ്പോൾ ഞാൻ രണ്ട് മോളിക്യൂൾസ് കൺസിഡർ ചെയ്യുന്നു. ഈ രണ്ട് മോളിക്യൂൾസ് ഇപ്പോൾ O2 മോളിക്യൂൾസോ H2 മോളിക്യൂൾസ് ഒക്കെ ആണെങ്കിൽ എന്താ
അവർക്ക് അവിടെ രണ്ടും ഈക്വൽ മാസ് ആയിരിക്കും. സോ നമുക്കവിടെ M1 M2 ഈക്വൽ എന്ന് പറയാം. ഇപ്പൊ HCl മോളിക്യൂൾ കൺസിഡർ ചെയ്യണമെങ്കിൽ അവിടെ ക്ലോറിൻ മോളിക്യൂളിന് മാസ് കൂടുതൽ, ഹൈഡ്രജൻ മോളിക്യൂളിന് മാസ് കുറവായിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ഒന്ന് ഗ്രേറ്റർ മാസ് ആയിരിക്കും, മറ്റൊന്ന് ലെസർ മാസ് ആയിരിക്കും. ഓക്കെ, M1 വെച്ചാൽ ഗ്രേറ്റർ മാസും M2 അവിടെ ലെസർ മാസും നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യാത്ത സിമട്രി ആയിട്ട് എടുക്കാത്ത, രണ്ടും ഈക്വൽ ആയിട്ട് എടുക്കാത്ത. പിന്നെ പോളാർ മോളിക്യൂൾസ് മാത്രമേ റൊട്ടേഷൻ സ്പെക്ട്രം മിക്കപ്പോഴും കാണിക്കാറുള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് പോളാർ മോളിക്യൂൾസിനെ വേണം. ഇപ്പോൾ ഓട്ടോ മോളിക്യൂൾസ് നോൺ പോളാർ മോളിക്യൂൾസ് ആവും. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമുക്ക് H+Cl- കിട്ടില്ല. അപ്പോൾ അത് പോളാർ മോളിക്യൂൾസ് ആവും. സോ ഇറ്റ് വിൽ പൊസസിങ് എന്താ റൊട്ടേഷൻ സ്പെക്ട്രോടെ കിട്ടും. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ രണ്ട് മാസ് കൺസിഡർ ചെയ്യുന്നു, M1 and M2. ഓക്കെ, കൺസിഡറിംഗ് ടു മാസസ് M1 and M2 and let the G be the point of symmetry. എന്താ നമ്മുടെ ആക്സ് ഓഫ് സിമെട്രി. ഓക്കെ, സെന്റർ ഓഫ് ഗ്രാവിറ്റി വരുന്ന പോയിന്റ് അവിടെ G ആണ് നമുക്ക് മെൻഷൻ ചെയ്യാം. അപ്പോൾ M1 M2 രണ്ട് മാസസ് ഉണ്ട്. സോ G എന്താണ്? G ഈസ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി, പോയിന്റ് ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി നമുക്ക് പറയാം. അപ്പോൾ ആ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ കൂടി പോകുന്ന ഒരു ആക്സിസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് മാസ് കൺസിഡർ ചെയ്യുന്നു, രണ്ട് മാസ് വിച്ച് ഈസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് R. ഓക്കെ, R എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് ഒരു ബോണ്ട് സെപ്പറേഷൻ ആണ്. അപ്പോൾ നമ്മൾ സെന്ററിൽ ഒരു G എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ G എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ മാസ് M1 മുതൽ G വരെ ഡിസ്റ്റൻസ് R1 ആയിട്ടും അടുത്ത M2 മുതൽ G വരെ ഡിസ്റ്റൻസ് R2 ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. മനസ്സിലായോ? ടോട്ടലി ആറേ ഉള്ളൂ. ഓക്കെ, ആറാണ് ഡിസ്റ്റൻസ്. അപ്പോൾ ആ ടോട്ടൽ R നമ്മൾ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുന്നു. ബിക്കോസ് ദർ ഇസ് ഒരു പോയിന്റ് വരുന്നുണ്ട്, സെന്റർ ഓഫ് ഗ്രാവിറ്റി ഒരു പോയിന്റോടെ വരുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് രണ്ടായിട്ട് അവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ R is equal to ഇത് R1 plus R2. ഓക്കെ, R is equal to R1 plus R2. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് R is equal to R1 plus R2 എന്ന് പറയുന്ന പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു രീതി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ടോട്ടൽ ബോണ്ട് ലെങ്ത് R എന്ന് പറയുന്നത് സമ്മേഷൻ ബിറ്റ്വീൻ R1 ആൻഡ് R2. ഓക്കെ, ടോട്ടൽ ബോണ്ട് ലെങ്ത് R എന്ന് പറയുന്നത് എന്താണ്? R1ന്റെയും R2ന്റെയും സമ്മേഷൻ ആണ്. സോ R is equal to R1 plus R2. ദാറ്റ് ഈസ് ഗെറ്റിംഗ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷൻ നമ്മളിവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. സോ അതേപോലെ തന്നെ നമുക്ക് പറയാം അവിടെ M1 R1 is equal to M2 R2. കാരണം രണ്ടിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യാസ് എന്താണ്, അവിടെ സെയിം ആണെന്ന് പറയാം. ഓക്കെ, ഈക്വൽ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം അവിടെ പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടി പോകുന്നത്, ഓക്കെ, നമ്മളിതിപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യും, ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമ്മൾ അസ്യൂംസ് എടുക്കുക. ഓക്കെ, സെക്കൻഡ് പോയിന്റിൽ രണ്ടും അവിടെ എന്ത് ചെയ്യും, M1 R1 is equal to M2 R1 നമ്മളിവിടെ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ദാറ്റ് ഈസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ മോളിക്യൂൾ അബൌട്ട് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഈ G എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് വെച്ച് നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ G എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൺസിഡർ ചെയ്തെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈസ് ദ മാസ് ഇൻറ്റു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്ക് ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇവിടെ ഉണ്ട്. ദെൻ ഈ ഒരു ബോഡി അറ്റ് എ ഡിസ്റ്റൻസ് എത്രയാ, ഒരു A എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇരിക്കുന്നു. അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ഈ ബോളിന്റെ മാസ് M ആണെങ്കിൽ I is equal to ma സ്ക്വയർ. ഓക്കെ, ഇതാണ് I is equal to ma സ്ക്വയർ. അപ്പൊ അതാണ് അവിടുത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ മോളിക്യൂൾ എന്നോട് പറയുന്നത്. ഓക്കെ, അബൌട്ട് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി. സെന്റർ ഓഫ് ഗ്രാവിറ്റി അലോങ് ആയിട്ട് വരുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ പറയുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് രണ്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യാസ് വരും. കാരണം ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻസ് എങ്കിൽ ഇങ്ങോട്ടൊരു മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉണ്ട്, അതുപോലെ തന്നെ ഇങ്ങോട്ടൊരു മൊമെന്റ് ഓഫ് ഇനർഷ്യാസ് ഇല്ല. അപ്പൊ ഇവിടുത്തെ ഡിസ്റ്റൻസ് അവിടെ R2 ആണ്, ഇവിടുത്തെ ഡിസ്റ്റൻസ് R1 ആണ്. സോ ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് I is equal to M1 R1 സ്ക്വയർ പ്ലസ് M2 R2 സ്ക്വയർ. അപ്പൊ നമുക്ക് രണ്ട് സൈഡിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, രണ്ട് സൈഡിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യാസ് എടുക്കണം. സോ രണ്ട് സൈഡിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യാസ് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ സമ്മേഷൻ എടുത്താൽ മതി. കാരണം സെൻട്രലാണ് ആ ഒരു നമ്മുടെ എന്താ ആക്സിസ് ഓഫ് റൊട്ടേഷൻ നിൽക്കുന്നത്. അപ്പോൾ ആക്സിസ് ഓഫ് റൊട്ടേഷൻ സെൻട്രൽ നിൽക്കുന്ന സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യാം, രണ്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യാസ് എടുത്തായിട്ട് സമ്മേഷൻ അവിടെ എടുക്കുക. സോ I is equal to M1 R1 സ്ക്വയർ പ്ലസ് M2 R2 സ്ക്വയർ നമുക്ക് വാല്യൂ അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് ആ ഒരു വാല്യൂ നമ്മളവിടെ ഒബ്റ്റെയിൻ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ട പോകുന്നത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ഈസ് M1 R1 is equal to M2 R2 നമ്മളോട് പറയുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് M1 R1 is equal to M2 R2 ആണ്. സോ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ട് നമ്മുടെ ഈ ഒരു വാല്യൂ ഉണ്ടല്ലോ, ഓക്കെ, അത് M2 R2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്നാണ് M2 R2. അതായത് ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ഒരു R1 നമ്മളിപ്പോൾ ഒരു മാറ്റും. ഓക്കെ, ഒരു R1 മാറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു R1 ഇങ്ങോട്ട് മാറ്റിയാൽ M1 R1 എന്ന് കിട്ടും. മനസ്സിലായി? ഞാൻ ഒന്നുകൂടെ സ്റ്റെപ്പ് എഴുതി തരാം. ദാറ്റ് ഈസ് ഈക്വൽ ടു M1 R1 into R1. ഓക്കെ, പ്ലസ് M2 R2 into R2. ഓക്കെ, ഇങ്ങനെ എഴുതിയാൽ R1 സ്ക്വയറും R2 സ്ക്വയറും അല്ലേ. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്തു, അതുപോലെ മാറ്റി. ഇനി ഇവിടെ M1 R1 സ്ഥാനത്ത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, M2 R2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കണ്ടോ, M2 R2 ഓക്കെ ഇൻറ്റു R1. അതേപോലെ ഇവിടെ എന്ത് ചെയ്യും, ദാറ്റ് ഇസ് M2 R2 സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യും, M1 R1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഇൻറ്റു R2. ഓക്കെ,
അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്തോടെ M2R2 into R1 പ്ലസ് M1R1 into R2 നമ്മളിവിടെ മാറ്റി. ഇറ്റ് ഈസ് ഫ്രം ദ ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ ഈ ഒരു മെത്തേഡ് അവിടെ എടുത്തത്. ഓക്കെ, അതിനുശേഷം അതിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള ടേംസിനെ നമുക്കിവിടെ R2 R1 കോമൺ ആണ്, രണ്ടിടത്തും ഉണ്ട് കണ്ടോ, ഇവിടെയുണ്ട് ഇവിടെയുണ്ട്. സോ R1 R2 കോമൺലി ടേക്കിംഗ് ഔട്ട് സൈഡ് ഇൻറ്റു M1 പ്ലസ് M2. ഓക്കെ, R1 ഉം R2 പുറത്തെടുത്തിട്ട് M1 പ്ലസ് M2 നമ്മൾ എന്ത് ചെയ്തു, ബ്രാക്കറ്റ്സിന്റെ ഉള്ളിലോട്ട് കൊടുത്തു. സോ ദാറ്റ് ഇസ് വി ആർ ഗെറ്റിംഗ് I is equal to M1 പ്ലസ് M2 ഇൻറ്റു R1 R2. ഓക്കെ, M1 പ്ലസ് M2 ഇൻറ്റു R1 R2 അത് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് നോട്ട് ചെയ്തു. Okay, taking it as the equation number 1. Okay, അപ്പോൾ നമ്മളിവിടെ I is equal to R1 R2 into M1 plus M2 എടുത്തു. ദെൻ എന്ത് ചെയ്യാണ്, ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി, അത്രേ ഉള്ളൂ മൂന്നാമത്തെ ഇക്വേഷൻ. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്കവിടെ M1 R1 is equal to M2 into R minus R1, അതായത് R2ന്റെ വാല്യൂവിനെ നമുക്കവിടെ വേണമെങ്കിൽ R minus R1 എടുത്തൂടെ. ഓക്കെ, കാരണം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ R. ഓക്കെ, അല്ല R2 എന്ന് വെച്ചാൽ R മൈനസ് R1 ആണ്. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ R മൈനസ് R1 എന്ന രീതിയിലോട്ട് മാറ്റി. അതായത് M1 R1 is equal to M2 into R മൈനസ് R1. ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടിയ സ്റ്റെപ്പാണ്. സോ അത് നമ്മൾ എടുത്തിവിടെ എഴുതി. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ എന്തായിരുന്നു, സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് M1 R1 is equal to M2 R2. ഓക്കെ, ഇതായിരുന്നു സെക്കൻഡ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ നിന്ന് R2 ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് R2നെ R മൈനസ് R1 എന്നാക്കി മാറ്റി. ഓക്കെ, R മൈനസ് R1 ആക്കി മാറ്റി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ M1 R1 is equal to M2 R മൈനസ് M2 R1. ഓക്കെ, ആ ഒരു സ്റ്റെപ്പിൽ നമ്മൾ കൊണ്ടുവന്നു. ഇവിടെ കൊടുത്തിട്ട് M2 ഞങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ M1 R1 is equal to M2 R മൈനസ് M2 R1. ഓക്കെ, M1 R1 is equal to M2 R മൈനസ് M2 R1 എന്ന് കിട്ടി. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ദാറ്റ് ഇസ് M1 R1 പ്ലസ് M2 R1 ഈസ് ഈക്വൽ ടു M2 R. ഓക്കെ, വേറെ ഒന്നും ചെയ്തില്ല, ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു, ഒന്ന് ആഡ് ചെയ്തു. അങ്ങനെ M1 R1 പ്ലസ് M2 R1 ഈസ് ഈക്വൽ ടു M2 R നമ്മളിവിടെ ഒബ്റ്റെയിൻ ചെയ്തു. ഇവിടെ ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു, M1 പ്ലസ് M2 ഇവിടെ പുറത്തെടുക്കുന്നുണ്ട്. ഓക്കെ, എന്ത് ചെയ്തു, M1 പ്ലസ് M2 പുറത്തെടുത്തു ഇൻറ്റു R1. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു M2 R. ഇത് ഒന്ന് നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ റെക്കോർഡ് സെക്ഷൻ കണ്ടു നോക്കുക. നോട്ട്സ് കൂടെ എടുത്ത് വെച്ചിട്ട് നോട്ട് പ്രിന്റ് എടുക്കുകയോ അല്ലെങ്കിൽ എഴുതിയെടുക്കുകയോ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞത് നമ്മുടെ അരുൺദാസിന്റെ ടെക്സ്റ്റിനകത്ത് ഇതിന്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല. അവിടെ ജസ്റ്റ് നമുക്ക് I is equal to mu r സ്ക്വയർ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എക്സാമിനേഷൻ ആ ഒരു രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. സോ നമ്മൾ റൊട്ടേഷനെ കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, റൊട്ടേഷൻ സ്പെക്ട്രാസ് എനർജി ലെവൽസ് ചോദിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ് എഴുതിയാൽ അതിൻ്റെ ഒരു മാർക്കിൻ്റെ ഇതിലോട്ട് വരത്തുള്ളൂ. മറ്റേ 3 സെന്റൻസോടെ ഉള്ളൂ. ഓക്കെ, 3 അല്ല, 1 2 3 4. ഓക്കെ, ടോട്ടൽ 4 or 5 ഇക്വേഷൻസ് കഴിയുമ്പോൾ അവിടെ നമുക്ക് റിസൾട്ട് ആവണം. അപ്പോൾ അങ്ങനെ നമുക്ക് ഡിഗ്രി ലെവലിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടത്തില്ല. സോ അങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ഡെറിവേഷൻസ് ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ M1 പ്ലസ് M2 ഇൻറ്റു R1 ഇസ് ഈക്വൽ ടു M2 ഇൻറ്റു R ചെയ്തു. R1 ഇസ് ഈക്വൽ ടു M2 ബൈ M1 പ്ലസ് M2 ഇൻറ്റു R. ഓക്കെ, നമ്മൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തേ ഉള്ളൂ. അങ്ങനെ എടുത്തു. അപ്പോൾ ഇത് നമുക്കിപ്പോൾ കിട്ടി നമ്മുടെ R1ന്റെ വാല്യൂ അല്ലേ. ഓക്കെ, നമ്മുടെ R1ന്റെ വാല്യൂ ആണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, R2ന്റെ വാല്യൂ അവിടെ എടുക്കാം. ഓക്കെ, ഇതിപ്പോൾ R1ന്റെ വാല്യൂ, സിമിലർലി ടേക്കിംഗ് ദ വാല്യൂ ഫോർ R2. ഓക്കെ, ഇത് R1ന്റെയും ഇത് R2ന്റെയും വാല്യൂ ആണ്. R1 വാല്യൂ is equal to M2 by M1 plus M2 into R, and also R2 is equal to M1 by M1 plus M2 into R. ഓക്കെ, നിങ്ങൾ ഇത് സോൾവ് ചെയ്യണമെന്നില്ല R2വിന് വേണ്ടിയിട്ട്, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അതേപോലെ സിമിലർലി വരും. അവിടെ M1 വന്നെടുത്ത് M2 വരുമെന്നേ, M2 വന്നെടുത്ത് M1 വരുമെന്നേ ഉള്ളൂ. അത് മാത്രം ഒന്ന് മാറ്റി എഴുതിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് R1നും R2നും വാല്യൂസ് കിട്ടി. അപ്പോൾ നമുക്ക് അവിടെ ഐയിലെ ഇക്വേഷൻ നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഐയുടെ ഇക്വേഷൻ നമ്മൾ എന്താ എഴുതി വെച്ചിരിക്കുന്നത്, ഇത് നോക്കിക്കേ. ഐയുടെ ഇക്വേഷൻ നമ്മളവിടെ മൂന്നാമത്തെ ഇതിൽ I is equal to M1 plus M2 into R1 R2 എന്നാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ എന്തിൻ്റെ ഇക്വേഷനാ, ഇക്വേഷൻ ഫോർ I. ഓക്കെ, ഐയുടെ ഇക്വേഷൻ. അപ്പോൾ ഐയുടെ ഇക്വേഷൻ നമ്മളിവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഐയുടെ ഇക്വേഷൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, R1ന്റെ R2ന്റെ സ്ഥാനത്ത് ഈ വാല്യൂസ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ. കണ്ടോ, R1ന്റെ R2ന്റെ സ്ഥാനത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വാല്യൂസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ I is equal to M1 plus M2 into M2 by M1 plus M2 into into M1 by M1 plus M2. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു വാല്യൂ നമ്മളവിടെ ഒബ്റ്റെയിൻ ചെയ്തു. അങ്ങനെ നമുക്കിവിടെ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഒബ്റ്റെയിൻ ചെയ്തു. ഓക്കെ അല്ലേ, മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്തു. നമ്മളപ്പോൾ അതിനെ അവിടെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത്, ഓക്കെ, നമ്മൾ അതവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ I is equal to M1 M2 ഡിവൈഡ് ബൈ M1 plus M2. ഓക്കെ, എന്താണ് M1 M2 ഡിവൈഡ് ബൈ M1 plus M2 നമുക്ക് എന്തുണ്ട് അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു m1 m2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു ആർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അവിടെ ഈ ഒരു m1 പ്ലസ് m2 എന്നൊരു വാല്യൂ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്താണ്? m1 പ്ലസ് m2 അല്ല, m1 m2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2. ഓക്കെ, m1 പ്ലസ് m2. അപ്പോൾ ഇങ്ങനെ ഒരു വാല്യൂ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നു. ഈ കിട്ടുന്ന വാല്യൂ ഇല്ലേ, ഇത് നമ്മൾ പറയുന്നതാണ് മ്യൂ എന്ന് പറയും. എന്താണ്? ഇറ്റ് ഈസ് ദ റെഡ്യൂസ്ഡ് മാസ്. ഓക്കെ, എന്താണ്? റെഡ്യൂസ്ഡ് മാസ് ഓഫ് ദ ഡയറ്റോമിക് മോളിക്യൂൾ. അതായത് നമ്മൾ ഈ റെഡ്യൂസ്ഡ് മാസിന്റെ കോൺസെപ്റ്റിൽ പറയുന്നത് നമുക്കിപ്പോൾ 2 മാസ് ഉണ്ട്. ഓക്കെ, ഈ 2 മാസിനെയും നമ്മൾ എന്താക്കും? ഒരു സിംഗിൾ മാസ് പോലെ കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് റെഡ്യൂസ്ഡ് മാസ് ഇക്വേഷൻ. അതായത് 2 ബോഡി സിസ്റ്റത്തെ സിംഗിൾ ബോഡി സിസ്റ്റമാക്കി മാറ്റുന്ന മെത്തേഡാണ് ഈ റെഡ്യൂസ്ഡ് മാസ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ക്ലാസിക്കൽ മെക്കാനിക്സിലാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ക്ലാസിക്കൽ മെത്തേഡ്സിന്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്? റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു റെഡ്യൂസ്ഡ് മാസിന്റെ കോൺസെപ്റ്റ് എന്തുണ്ട്? വി ആർ യൂസിങ് ഹിയർ. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറുന്നു? ഐ ഈസ് ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയർ എന്നാക്കി മാറുന്നുണ്ട്. ഓക്കെ, നമ്മുടെ അരുൾദാസിന്റെ ടെക്സ്റ്റിൽ, അരുൾദാസിന്റെ നമ്മുടെ മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്ന ടെക്സ്റ്റിനകത്ത് ശരിക്കും ഐ ഈസ് ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനും ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു ഐ ഈസ് ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയർ എങ്ങനെ വരുന്നു എന്ന രീതി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഐ ഈസ് ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയർ വാല്യൂ ഇടുന്നുണ്ട്. സോ നമുക്കിനി എന്ത് ചെയ്യാം? നമ്മളിവിടെ ഷ്രോഡിഞ്ചറിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യുകയാണ്. ഓക്കെ, ഷ്രോഡിഞ്ചറിന്റെ റൊട്ടേഷണൽ ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഷ്രോഡിഞ്ചർ റൊട്ടേഷണൽ ഇക്വേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഇ ജെ ഒരു ഇക്വേഷൻ, അത് എനർജിയുടെ ഇക്വേഷൻ, ഇ ജെ ഈസ് ഈക്വൽ ടു h സ്ക്വയർ ബൈ 8 പൈ സ്ക്വയർ ഐ ഇൻറ്റു ജെ പ്ലസ് 1. ഓക്കെ, റൊട്ടേഷണൽ എനർജി ലെവൽസ് ഓഫ് ഡയറ്റോമിക് മോളിക്യൂൾസ് ഷ്രോഡിഞ്ചർ ഇക്വേഷന്റെ ബേസിസിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇ ജെ ഈസ് ഈക്വൽ ടു h സ്ക്വയർ ബൈ 8 പൈ സ്ക്വയർ ഐ ഇൻറ്റു ജെ പ്ലസ് 1. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കോളേജിൽ പറയുകയാണ് നമുക്ക് ഈ ഐയുടെ ഡെറിവേഷൻ വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പറയുന്നില്ലേ, ഈ 4ാമത്തെ ഇക്വേഷൻ ശേഷമുള്ളത് നോക്കിയാൽ മതി. ഓക്കെ, ചിലപ്പോൾ കോളേജ് ലെവൽ ഇൻസ്ട്രക്ഷൻ പറയും നിങ്ങൾക്ക് ഇതിപ്പോൾ ഐയുടെ ഡെറിവേഷൻ വേണ്ട എന്നാണെങ്കിൽ അത് ഓരോ കോളേജിന് ഡിപ്പെൻഡ് ഇരിക്കും, പഠിക്കുന്ന ടീച്ചേഴ്സിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ എൻ്റെ ഇതിൽ പറയുന്നത് ഞാൻ പറയുന്നത് പഠിച്ചിട്ട് പോവുക എന്നാണ് പറയുന്നത്. ഓക്കെ, കാരണം അത് അത്ര എഴുതുമ്പോൾ നമുക്ക് കുറച്ച് സ്പേസ് അവിടെ വരും. ഓക്കെ, അത്രയും ഡെറിവേഷൻ നമുക്ക് അവിടെ എഴുതാൻ പറ്റും. എല്ലാം വേണമെങ്കിൽ കുറച്ച് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാലും മതി. ഓക്കെ, എന്തായാലും എഴുതാനാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇല്ല, നിങ്ങളുടെ കൺസേൺ കോളേജിൽ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളവിടെ നോക്കുക. അത് എങ്കിൽ ഈ 4ാമത്തെ ഇക്വേഷന് ശേഷം എഴുതിയാൽ മതി. അത് വരുമ്പോൾ നിങ്ങളുടെ റെഫറൻസ് ടെക്സ്റ്റ് അരുൾദാസിന്റെ ടെക്സ്റ്റിലുള്ള കറക്റ്റ് ഇതിലോട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇ ജെയുടെ വാല്യൂ എടുക്കുന്നുണ്ട്. ഇ ജെ ഈസ് ഈക്വൽ ടു h സ്ക്വയർ ബൈ 8 പൈ സ്ക്വയർ ഇൻറ്റു ജെ പ്ലസ് 1. ഇവിടെ നമ്മൾ ജെയിനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ ടോട്ടൽ ആംഗുലർ കോൺസ്റ്റന്റ് നമ്പർ അല്ല. ഇവിടെ എന്താണ്? റൊട്ടേഷണൽ കോൺസ്റ്റന്റ് നമ്പർ ആണ് എന്ത് പറയുന്നത്? ജെ എന്ന് പറയുന്നത്. ജെ ഈസ് ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര. ഓക്കെ, 0 മുതൽ 1, 2, 3 വാല്യൂസ് അവിടെ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ഓക്കെ, അങ്ങനെ നമുക്ക് റൊട്ടേഷണൽ എനർജി ലെവൽസ് അവിടെ വരുന്നുണ്ട്. സോ ഇ ജെ ഇറ്റ് ഈസ് ഈക്വൽ ടു h സ്ക്വയർ ബൈ 8 പൈ സ്ക്വയർ ഐ ഇൻറ്റു ജെ പ്ലസ് 1. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 5 ആയിട്ട് എടുക്കുന്നത്. നമ്മളിതിനെ ഒരു വേവ് നമ്പറിന്റെ ബേസിസിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എപ്സിലോൺ ജെ എന്ന് മാറ്റാം. എപ്സിലോൺ ജെ ഈസ് ഈക്വൽ ടു ഇ ജെ ബൈ എച്ച് സി. ഓക്കെ, ഇ ജെ ബൈ എച്ച് സി ആണ്. അതായത് ഇ ജെ ബൈ എച്ച് സി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സികൾ ഹെച്ചിനും ഈ 1/λ ആണ് നമ്മുടെ വേവ് നമ്പർ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻവേഴ്സ് ഓഫ് വേവ് ലെങ്ത് അത് നമ്മുടെ 1/λ. അപ്പോൾ അങ്ങനെ നമുക്ക് അവിടെ ഇ ബൈ എച്ച് സി എന്ന് വാല്യൂ കിട്ടുന്നത്. സോ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ്സ് ഇ ജെ ഈസ് ഈക്വൽ ടു h സ്ക്വയർ ബൈ 8 പൈ സ്ക്വയർ ഐ സി ഇൻറ്റു ജെ പ്ലസ് 1. ഓക്കെ, നമുക്ക് വാല്യൂ ഇവിടെ കിട്ടുന്നുണ്ട്. സോ ഇ ജെ ഈസ് ഈക്വൽ ടു h ബൈ 8 പൈ സ്ക്വയർ ഐ സി ഇൻറ്റു ജെ പ്ലസ് 1. അവിടെ ഈ ഒരു h ബൈ 8 പൈ സ്ക്വയർ ഐ സി എന്താണ്? ബി ആണ്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ റൊട്ടേഷണൽ കോൺസ്റ്റന്റ്. നമുക്ക് അതിനെ റൊട്ടേഷണൽ കോൺസ്റ്റന്റ് ആയിട്ട് പറയാൻ പറ്റും. ആൻഡ് ഇ ജെ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ജെ പ്ലസ് 1. ഓക്കെ, നമ്മുടെ 6ാമത്തെ ഇക്വേഷൻ ആണ് ഇൻ ദ ടേംസ് ഓഫ് വേവ് നമ്പർ. ഓക്കെ, വേവ് നമ്പറിന്റെ ടേംസിൽ 6 സെന്റിമീറ്റർ ഇൻവേഴ്സിൽ കിട്ടുന്നുണ്ട്. ജെ ഈസ് ഈക്വൽ ടു 0, 1. ഓക്കെ, ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്കിപ്പോൾ വേവ് നമ്പറിന്റെ ബേസ് കിട്ടി. ഇപ്പോൾ വേവ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസിഷൻസ് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അതായത് ജെ നിന്ന് 0 നിന്ന് 1 പോകുന്നതിട്ടോ 2 പോകണം വരയ്ക്കാം. ഓക്കെ, ബട്ട് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു സർട്ടൺ റൂൾസ് ഉണ്ട്. നമ്മളതിനെ പറഞ്ഞിട്ടുണ്ട് സെലക്ഷൻ റൂൾസ്. ഇപ്പോൾ പറയുന്ന പോലെ എല്ലാ ട്രാൻസിഷൻസ് നമുക്കിവിടെ പോസിബിൾ അല്ല. ഓക്കെ, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ ട്രാൻസിഷൻസും എന്തല്ല അവിടെ പോസിബിൾ അല്ല. ഓക്കെ, സെർട്ടൻ ട്രാൻസിഷൻസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ അലോ ചെയ്യുന്നുള്ളൂ. ഓക്കെ, മനസ്സിലായോ? നമ്മളിപ്പോൾ വിചാരിക്കും എല്ലാ ട്രാൻസിഷൻ ഇപ്പോൾ 0 നിന്ന് 1 പോവാം, 0 നിന്ന് 2 പോവാം, 0 നിന്ന് 3 പോവാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്തല്ല പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ നമുക്കവിടെ അലോ ചെയ്തിട്ടുള്ള സെർട്ടൻ ട്രാൻസിഷൻസ് ഉണ്ട്. അപ്പോൾ സെർട്ടൻ ട്രാൻസിഷൻസ് നമുക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ പറയുന്നതാണ് എന്ത് പറയുന്നത്? സെലക്ഷൻ റൂൾസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, റൊട്ടേഷണൽ ട്രാൻസിഷനിൽ
റൊട്ടേഷനിൽ മാത്രമല്ല ഏതൊക്കെ നമുക്ക് സെലക്ഷൻ റൂൾസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ അലോട്ട് ചെയ്തിട്ടുള്ള സെർട്ടൻ ട്രാൻസിഷൻസ് ഉണ്ട്. ആ ലെവൽസിന് പറഞ്ഞ പേരാണ്, അല്ലെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് സെലക്ഷൻ റൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ജിയുടെ വാല്യൂ +or-1 ആണ് എന്ന് പറയുന്നത് അവിടെ ആ സെലക്ഷൻ റൂളായിട്ട് നമുക്ക് കിട്ടുന്നത്. സോ ട്രാൻസിഷൻ ഈസ് ബിറ്റ്വീൻ അഡ്ജസ്റ്റന്റ് റൊട്ടേഷൻ ലെവൽസ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉള്ള മോളിക്യൂൾസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റൊട്ടേഷൻ സ്പെക്ട്രോസ്കോപ്പി നമുക്ക് അവിടെ കാണിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹൈഡ്രജൻ ബ്രോമൈഡ് HBr. ഓക്കെ, ഹൈഡ്രജൻ ബ്രോമൈഡ് അവിടെ നമുക്ക് H+ഉം Br- ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ഒരു റൊട്ടേഷൻ സ്പെക്ട്രോസ്കോപ്പി നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ HClൊക്കെ എന്താണ്, ഡൈപോൾ മൊമെന്റ്സ് ഉണ്ട്. മനസ്സിലായില്ല, ഡൈപോൾ മൊമെന്റ്സ്, പൊളാരിറ്റീസ് അവിടെ വരണം. ഓക്കെ, അയോൺസ് അല്ല, പൊളാരിറ്റീസ് അവിടെ ഉണ്ടാവണം. സോ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാം, നമുക്കവിടെ ട്രാൻസിഷൻസ് പറയാം. ഓക്കെ, അപ്പോൾ ഒരു മോളിക്യൂൾസിൽ ഈ ഒരു മോളിക്യൂളിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ ഒരു ട്രാൻസിഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, ജെയിൽ നിന്നും J+1 അതായത് ജെ നമ്മളിപ്പോൾ 0 എടുത്തു കഴിഞ്ഞാൽ J+1 1 കിട്ടും. ജെയുടെ വാല്യൂ 2 എടുത്താലോ J+1 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ട്രാൻസിഷൻ അവിടെ പോസിബിൾ ആവുന്നത്. ഓക്കെ, ഇവിടെ ഡെൽറ്റ ന്യൂ ബാറിന്റെ വാല്യൂ ദാറ്റ് ഈസ് നോക്കിക്കോളൂ, അവിടെ ആ ഒരു ന്യൂ ബാറിന്റെ വാല്യൂ വരുന്നുണ്ട്. ദാറ്റ് ഈസ് J+1 മൈനസ് എപ്സിലോൺ J. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസിഷൻ എടുക്കുന്ന സമയത്ത് ഇവിടെ ആ ഒരു വിട്ട് അല്ലെങ്കിൽ ആ ട്രാൻസിഷൻസിന്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് J=0 നിന്നും J/1 പോകുന്ന സമയത്ത് ട്രാൻസിഷൻ ഗ്യാപ്പ് എത്രയായിരിക്കും, 2b ആയിരിക്കും. ഓക്കെ, 2b ആണ് ആ ഒരു ട്രാൻസിഷന്റെ ഗ്യാപ്പ്. അടുത്ത 1 2 പോയാലോ അതോടെ 4b ആയിട്ട് ഇടും. നമ്മൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, ഈ ന്യൂ ബാറിന്റെ ഇക്വേഷൻ. ഓക്കെ, ന്യൂ ബാറിന്റെ ഇക്വേഷൻ എടുക്കാൻ മനസ്സിലായി എങ്ങനെയാണെന്ന്, B=J+1 J+2 മൈനസ് B=J+1. കാരണം അവിടെ ഈ J+1ന്റെയും J+1ന്റെയും എപ്സിലോൺ Jയുടെയും ഗ്യാപ്പ് നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, ഗ്യാപ്പ് അല്ല, അതിന്റെ ട്രാൻസിഷൻ നമ്മൾ ഡിഫറൻസ് എടുക്കുന്നുണ്ട്. സോ ന്യൂ ബാർ 2b J+1 എന്ന് കിട്ടും. പിന്നെ 0 നിന്ന് 1 ആണെങ്കിൽ 2b, ദെൻ 1 to 2 ആണെങ്കിൽ 4b എന്ന് കിട്ടും, 2 to 3 ആണെങ്കിൽ 6b എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെ നമുക്ക് ട്രാൻസിഷൻസ് കിട്ടുന്നത്. നമുക്ക് ഗ്രാഫിക്കലി ഇതേ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, 0 2b 6b 12b അങ്ങനെ ഈ ഗ്യാപ്പ് എല്ലാം എന്തായിരിക്കും, 2b ആയിരിക്കും. കണ്ടോ, ഈ റൊട്ടേഷൻ സ്പെക്ട്രം കാണുന്നതിന്റെ ഗ്യാപ്പ് എല്ലാം 2b വിധമായിരിക്കും ഗ്യാപ്പ് നമുക്ക് അവിടെ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളൊരു റൊട്ടേഷണൽ സ്പെക്ട്രം എന്നവിടെ പറയുന്നത്. കണ്ടോ, റൊട്ടേഷൻ സ്പെക്ട്രം 0 നിന്നും ഇങ്ങോട്ട് 0 to 1 ട്രാൻസിഷൻ, 0 to 1 then 1 to 2 2 to 3. ഒരിക്കലും 0 നിന്ന് 3 ട്രാൻസിഷൻസ് അവിടെ പോസിബിൾ അല്ല, ബിക്കോസ് ഡ്യൂ ടു ദ സെലക്ഷൻ റൂൾ. ചിലപ്പോൾ 1-2 ട്രാൻസിഷൻ തന്നിട്ട് ഇതിൽ പോസിബിൾ ആണോ അല്ലയോ ജസ്റ്റിഫൈ യുവർ ആൻസർ ചോദിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസിഷൻ അലൗഡ് ആണോ അല്ലെങ്കിൽ നമ്മൾ നോക്കുക. ഓക്കെ, അക്കോർഡിംഗ് ടു സെലക്ഷൻ റൂൾ വെച്ച് നോക്കുക. എന്നിട്ട് ജസ്റ്റിഫൈ എന്ന് പറഞ്ഞാൽ എന്ത് പറയും, ബിക്കോസ് അക്കോർഡിംഗ് ടു സെലക്ഷൻ റൂൾ ഫോർ എ റൊട്ടേഷൻ സ്പെക്ട്രോസ്കോപ്പി ഡെൽറ്റ J ഷുഡ് ബി +or-1. ദ കേസ് ഓഫ് ദിസ് അവിടെ ഡെൽറ്റ Jയുടെ വാല്യൂ +or-1 അല്ല. സോ അതുകൊണ്ട് എന്തായാലും ഇതൊന്നും അവിടെ ട്രാൻസിഷൻസ് അല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു റൊട്ടേഷൻ സ്പെക്ട്രോസ്കോപ്പിയുടെ ബേസിസ് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത്. സോ ഈ ട്രാൻസിഷൻസ് വരയ്ക്കാൻ അറിഞ്ഞിരിക്കുക, ദെൻ ആ സെലക്ഷൻ റൂൾ അറിഞ്ഞിരിക്കുക, ദെൻ അതുപോലെ തന്നെ ആ ഒരു നമ്മുടെ ഐയുടെ ഡെറിവേഷൻസ് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഐ ഡെറിവേഷൻ വേണ്ടെങ്കിൽ ഐ തൊട്ട് താഴോട്ടുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രം പഠിക്കുക. ഓക്കെ, ഐ ഡെറിവേഷൻ കൂടി പഠിച്ചു വെച്ചിരുന്നതിന് കുറച്ചുകൂടി നല്ലത്. ഓക്കെ, എക്സാമിനേഷൻ ഇപ്പോൾ essay പോലെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ, അല്ലാതെ നമ്മളിപ്പോൾ ടെക്സ്റ്റ് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ എന്ന് വെച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ അത്രയും മാർക്ക് അവിടെ കംപ്ലീറ്റ് കിട്ടണം എന്നില്ല. സോ അതുകൊണ്ട് നല്ലതായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സെക്ഷനിൽ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യേണ്ട വരുന്നത്.